എല്ലാരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇനി ഓരോരുത്തരോടായിട്ട് പ്രത്യേകം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി, ചേച്ചീന്റെ മോൻ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. ഞാനിവിടെ വന്ന എന്തിനാന്ന് ചേച്ചിക്ക് അറിയാലോ. എനിക്ക് വേണ്ടിയിട്ടല്ല, ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇതിപ്പം അവരുടെ വീടായി. ഞാനൊരു അധികപ്പെട്ടു. മോഹന, നീ അറിയാത്തൊരു കഥയുണ്ട്. ഈ വീട് നിന്റെ പേരിലാണോ? ആണോന്ന്? ഈ വീട് എൻ്റെ ചേച്ചിയുടെ പേരിലായിരുന്നില്ലേ? അല്ല, സ്വാഭാവികമായിട്ടും മരണശേഷം അത് മക്കളുടെ പേരിലാവും. പക്ഷെ മോഹന, നീ വീടിന്റെ ആധാരം എടുത്തു നോക്കിയേ. നോക്കടാ. എന്താ മോഹന, ഞെട്ടിയോ? ഈ വീട്ടിൽ ചേച്ചിക്കുണ്ടായിരുന്ന തുല്യ അവകാശം തന്നെയാണ് എനിക്കുള്ളത്. അതിന്റെ തെളിവാ നിന്റെ കയ്യിലിരിക്കുന്ന ഈ ആധാരം. ഇതെങ്ങനെ വന്നെന്നായിരിക്കും നീ ആലോചിക്കുന്നത്. കുറച്ചു മുമ്പുള്ള ഒരു കാര്യമാണ്. നിന്റെ അച്ഛനൊരു ബിസിനസ് തുടങ്ങി, അത് വിജയിക്കാതെ കടത്തിലായി. അന്ന് ആ കടം വീട്ടാൻ സഹായിച്ചത് ഞാനും കിഷോറും കൂടിയാണ്. അന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാ ബാലേട്ടനോടും ചേച്ചിനോടും, വീടൊന്നും എൻ്റെ പേരിൽ എഴുതി വെക്കണ്ടെന്ന്. പക്ഷെ അവരതൊന്നും കേട്ടില്ല. ബാലേട്ടന് ഒരേ നിർബന്ധം, ബന്ധം വേറെ പണം വേറെ. അന്നവര് നിർബന്ധിച്ച് ചെയ്തതിന്റെ ഗുണം കണ്ടില്ലേ? എന്നോട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരുടാ? ഞാൻ എങ്ങും പോകുന്നില്ല. എനിക്കെപ്പോ ഇവിടുന്ന് പോകാൻ തോന്നുന്നു അപ്പോഴേ ഞാൻ ഇവിടുന്ന് പോകും. പിന്നൊരു കാര്യം മോഹന, ഇവളുടെ ജോലി എന്റെ കൈകൊണ്ട് കളയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നീ ഭംഗിയായിട്ട് ചെയ്തു. കൊള്ളാം. പക്ഷെ അതിലൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലോ മോഹന. ഇവളെ ഒരു അജ്ഞാതൻ സഹായിക്കുന്ന കാര്യം നിനക്കറിയാലോ. ഇവളെ വെറുതെ ഒന്ന് വരട്ടിയവരുടെ അവസ്ഥ നീ കണ്ടില്ലേ? അപ്പൊ ഇവളുടെ ജോലി കളഞ്ഞ നിന്റെ അവസ്ഥ എന്തായിരിക്കും മോഹന? അതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്നെ തേടി ആ അജ്ഞാതൻ ഇറങ്ങിയിട്ടുണ്ടാവും. അല്ല മോഹന, നീ എത്ര ദിവസം എന്ന് പറഞ്ഞാ ഈ വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുക? എന്നെങ്കിലും നിനക്ക് ഒരു ദിവസം പുറത്തിറങ്ങേണ്ടി വരില്ലേ? അപ്പോ ആ അജ്ഞാതൻ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാണ്. മോഹന, നീ സൂക്ഷിക്കണം.